എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 8 ഒക്ടോബർ ചൊവ്വാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ 6ാമത്തെ ദിവസവും ഇന്ത്യയുടെ ബെഞ്ച് സ്റ്റോക്ക് ഇൻഡിസസ് ലോവറിലായിരുന്നു ക്ലോസ് ചെയ്തത്. ഏകദേശം 5% ഉള്ള ഗെയിൻസ് റൈസ് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 218 പോയിൻറ്റ് താഴ്ന്ന് 0.87% ലോവറിൽ 24,795.75 ക്ലോസ് ചെയ്തപ്പോൾ സെൻസെക്സ് 638.45 പോയിൻറ്റ് താഴെ 81,050 ക്ലോസ് ചെയ്തു. ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുമ്പോൾ 24,880 6:30 സമയത്ത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ നില വെച്ച് നോക്കുമ്പോൾ മുകളിലാണെങ്കിലും അതിലും നല്ലൊരു വീക്ക്നെസ്സും ഫോളും ദൃശ്യമാണ്. പിന്നെ ഇന്ന് ഇലക്ഷൻ റിസൾട്ടുകൾ വരുന്നത് കൊണ്ടും ഒക്കെ മാർക്കറ്റിനെ അത് വളരെയധികം സ്വാധീനിച്ചേക്കാം. നമുക്കിന്നും ചെറിയൊരു നെഗറ്റീവ് മാർക്കറ്റ് തന്നെയാണ് പ്രതീക്ഷിക്കാൻ സാധിക്കുക. ഫോർ FII DII ഡാറ്റ നോക്കുമ്പോൾ ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ് നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു 6ാമത്തെ സ്ട്രെയിറ്റ് ദിവസവും. FIIs 8,293.41 കോടിക്ക് സ്റ്റോക്കുകൾ സെല്ല് ചെയ്തു. ഈ വർഷത്തെ ഏറ്റവും വലിയ സെല്ലിംഗ് ആണ് FIIs ഇന്നലെ നടത്തിയത്. അതേസമയം DIIs പതിവ് പോലെ തന്നെ, പക്ഷേ പതിവിലും കുറച്ചധികമായി 13,245 രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഓല ഇലക്ട്രിക് മൊബിലിറ്റിയാണ്. ഓല ഇലക്ട്രിക് മൊബിലിറ്റിക്ക് ഒരു നോട്ടീസ് ലഭിച്ചിട്ടുണ്ട് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയിൽ നിന്നും. വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നിവയ്ക്കാണ് ഓല ഇലക്ട്രിക് മൊബിലിറ്റിക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നെഗറ്റീവായ ഈ സ്റ്റോക്കിന് വീണ്ടും കൂടുതൽ നെഗറ്റീവിലേക്ക് പോകാൻ ഇത് ഒരു കാരണമായിരിക്കും. അടുത്തത് ഹൈടെക് പൈപ്സ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി QIP ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ പ്രൈസ് വരുന്നത് 194 രൂപ 98 പൈസ. അടുത്തത് BLൻ്റെ ഒരു വലിയ ന്യൂസാണ്. BLന് 500 കോടിയുടെ ഓർഡർ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഓർഡർ EMI ഷെൽട്ടേഴ്സ്, AMC ഫോർ ഇൻ്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നോഡ്സ്, സ്പെയർസ് ഫോർ ഗൺ സിസ്റ്റം, സ്പെയർ ഫോർ റഡാർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് പുറവങ്കര കമ്പനിക്ക് വേണ്ടിയിട്ടാണ്. പുറവങ്കര ബാംഗ്ലൂരിൽ ഒരു 3 ഏക്കർ ലാൻഡ് നോർത്ത് ബാംഗ്ലൂരിൽ റെസിഡൻഷ്യൽ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് അക്വയർ ചെയ്തിട്ടുണ്ട്. അടുത്തത് ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് സച്ചിൻ തെണ്ടുൽക്കറെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് ഡാറ്റയാണ്. ജാഗ്വാർ ലാൻഡ് റോവർ റീറ്റെയിൽ സെയിൽസിൽ 103,000 യൂണിറ്റ്, 3% ഡിക്ലൈൻ ഇയർ ഓൺ ഇയർ. പ്രൊഡക്ഷൻ 7% ഡൗൺ ഇയർ ഓൺ ഇയർ. ഹോൾസെയിൽ സെയിൽസും 10% ഡ്രോപ്പ് ഇയർ ഓൺ ഇയർ. എന്നാൽ സെക്കൻഡ് ഹാഫ് ഓഫ് ദി ഇയറിൽ ഈ പ്രൊഡക്ഷൻ വോളിയൂം സെയിൽസും റിക്കവർ ചെയ്യുമെന്നാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ഈ വിലയിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു ലോ വാല്യൂഡ് സ്റ്റോക്കാണ്. വാങ്ങാൻ പറ്റിയ വിലയാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത ലെമൺ ട്രീ ഹോട്ടൽസ് ആണ്. ലെമൺ ട്രീ ഹോട്ടൽസ് ഒരു ലൈസൻസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഉദയ്പൂർ രാജസ്ഥാനിലുള്ള പ്രോപ്പർട്ടി മാനേജ് ചെയ്യുന്നത് ഇനി കാർണേഷൻ ഹോട്ടൽസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആയിരിക്കും. അത് ലെമൺ ട്രീ ഹോട്ടൽസിൻ്റെ ഫുള്ളി ഓൺഡ് സബ്സിഡറിയാണ്. അടുത്ത റൈറ്റ്സ് ആണ്. റൈറ്റ്സിന് $5.4 മില്യൺ കോൺട്രാക്റ്റ് നോട്ടോകോട്ടോ റെയിൽ ഹോൾഡിങ്സിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. അടുത്തത് IPO ഓഫറിംഗ് ആണ്. ഗരുഡ കൺസ്ട്രക്ഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് 92 മുതൽ 95 രൂപ വരെ പ്രൈസ് ബാൻഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഷെയർ ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 10 വരെയായിരിക്കും ബിഡ് ചെയ്യപ്പെടുക. അടുത്തത് ശിവ ടെക്സ്കെം. ഈ കമ്പനിയും ഒക്ടോബർ 8 മുതൽ ഒക്ടോബർ 10 വരെയാണ് ബിഡ് ചെയ്യപ്പെടുക. 101 കോടിയുടെ IPO ആണ്. പ്രൈസ് ബാൻഡ് 158 to 166 പെർ ഷെയർ. ഇൻ്റർനാഷണൽ ന്യൂസ് നോക്കുമ്പോൾ ജപ്പാൻ, സൗത്ത് കൊറിയ മാർക്കറ്റുകൾ ലോസിലായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. കോസ്പി 0.67% ഡൗൺ ആയപ്പോൾ നിക്കേ 225 0.70%, അതായത് 275 പോയിൻറ്റ് ഡൗണായി 39,057 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. തിങ്കളാഴ്ച S&P 500 നാസ്ഡാക്ക് കോമ്പോസിറ്റും നെഗറ്റീവിലായിരുന്നു. S&P 500 0.96%, നാസ്ഡാക്ക് 1.18% ലോവർ ആയിരുന്നു. ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജും അതുപോലെ തന്നെ 0.94% ഡൗൺ ആയിരുന്നു. ക്രൂഡ് ഓയിൽ പതുക്കെ താഴോട്ട് വരുന്നുണ്ട്. 80.75 പെർ ബാരലാണ് ഇന്നത്തെ ഓപ്പണിംഗ് റേറ്റ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ചെറിയ പോസിറ്റീവ് ആണെങ്കിൽ പോലും നമുക്ക് ഇന്ന് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക. കാരണം മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ്, അതുകൂടാതെ നമ്മുടെ ഇലക്ഷൻ റിസൾട്ട്സ്, ഇത് രണ്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഘടകമായേക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.